ഇത് ഞാൻ പറഞ്ഞല്ലോ ഹാരിസൺ മലയാളത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അവരുടെ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്, ഹാരിസൺ മലയാളം ലിമിറ്റഡ്, സെൻറ്റിനൽ റോക്ക് എസ്റ്റേറ്റ്, കാവൽക്കാരൻ പാറ എന്ന് പറയും. അതുപോലെ തന്നെ അതിക്രമിച്ച് കടന്നാൽ ശിക്ഷിക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്. കാരണം ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഇതൊരിക്കലും പബ്ലിക് പ്രോപ്പർട്ടി അല്ല. പക്ഷേ പ്രൈവറ്റായിട്ട് ആളുകൾക്ക് ലീസിന് വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ട് ഒരുപാട് പബ്ലിക് ആളുകൾ മാത്രമാണ് ഇവിടെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഉണ്ടായിരുന്നത്. വളരെ ഭംഗിയുള്ള സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല, അത്രത്തോളം ഭംഗിയുള്ള സ്ഥലം. പക്ഷേ എന്ത് ചെയ്യാം, ഇതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ വിധി, അല്ലാണ്ട് ഇപ്പോൾ ഒന്നും പറയാനില്ല. ഓരോ ഫീൽഡിനും നമ്പർ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതാ HML, അവരുടെ ലോഗോ ആണ് HML. അട്ടമല ആണ് ഈ സ്ഥലം. അതിൻ്റെ ഫീൽഡ് നമ്പർ 3197 ആണ് ഏരിയ, സ്ക്വയർ കിലോമീറ്റർ ആയിരിക്കും. അതുപോലെ സ്റ്റാൻഡ് H4288 ഒക്കെ അവരുടെ എന്തൊക്കെയോ നമ്പറാണ്. ഓക്കെ. അതുപോലെ തന്നെ മരം മുറിക്കരുതെന്നും പ്ലാസ്റ്റിക് ഫ്രീ സോണെന്നും ഒക്കെ കോഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഹോം സ്റ്റേ ഒക്കെ ഉണ്ടായിരുന്നു. ഇനി ആ ഹോം സ്റ്റേ ഒക്കെ വെറും ഓർമ്മകൾ മാത്രമായി മാറും. കാരണം ഇങ്ങോട്ടേക്ക് ഇനി പെർമിഷൻ അലൗഡ് ആവും തോന്നുന്നില്ല. ഹാരിസൺ മലയാളത്തിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് കാണിക്കുന്ന ബോർഡുകൾ പല ഭാഗത്തായിട്ടുണ്ട്. ഇവിടെയൊക്കെ മഞ്ഞ കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് 12 മണിക്ക് വന്നാലും ഒക്കെ ഈ ഒരു ക്ലൈമറ്റാണ്, വളരെ ക്ലൗഡി ആയിട്ടുള്ള ക്ലൈമറ്റ്. എന്നും ഹരം പകരുന്ന, സഞ്ചാരികൾക്ക് ഹരം പകരുന്നൊരു ക്ലൈമറ്റ്. ഇവിടുത്തെ പള്ളിയാണ്. സോ സാഡ് വ്യൂസ്. ആന, പുലി ഇതൊക്കെ ഉള്ള, അതായത് പകൽ ടൈം പോലും ആനയും പുലിയൊക്കെ ഇറങ്ങുന്ന ഒരു ഏരിയ എന്ന് പറയുമ്പോഴും ഇവിടെയൊക്കെ ഒരുപാട് ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ജീവിച്ച് താമസിച്ച ക്വാർട്ടേഴ്സാണ് ഈ കാണുന്ന. അവിടെ തന്നെ ഒരു 3-4 ക്വാർട്ടേഴ്സ് ഉണ്ട്. ഇവിടെ ഈ കാണുന്ന ക്വാർട്ടേഴ്സാണ്. ക്വാർട്ടേഴ്സ് മീൻസ് പാടി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാടി, അങ്ങനെ പറയുമ്പോഴായിരിക്കും അതിനൊരു ഭംഗി കൂടുതൽ. ഒന്ന് ചിന്തിച്ച് നോക്ക്, ഒരു 10-20 വർഷം മുമ്പ് ഇങ്ങനെയുള്ള ഏരിയയിലെ ആളുകൾ താമസിച്ചിരുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് അവർ താമസിച്ചത്. അതുപോലെ തന്നെ എത്ര മനോഹരമായ സ്ഥലത്താണ് അവർ താമസിച്ചത് അല്ലേ. ഇത്രയും ഡിസാസ്റ്റർ നടക്കാൻ സാധ്യതയുള്ള സ്ഥലത്താണ് അവർ താമസിച്ചതെന്നൊക്കെ പറയുമ്പോൾ അതൊരു ഇതെല്ലാം കൊണ്ടും ഭീതിയും സന്തോഷവും ആശ്ചര്യവും അതിൻ്റെ ഭംഗി കൊണ്ട് നമുക്കിഷ്ടവും പ്രണയവും ഒക്കെ തോന്നുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. അയ്യോ മൈ ഗുഡ്നസ്, ഒരാൾ അവിടെ ഉണ്ട് കേട്ടോ. ഞാനൊന്ന് കാണിച്ചു തരാം. ആയിരക്കണക്കിന് ആളുകൾ ഒരു ദിവസം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പകൽ ടൈം പോലും ആനയും പുലിയൊക്കെ ഉള്ളൊരു ഏരിയ. ഈ ക്വാർട്ടേഴ്സിൽ ഇപ്പോഴും ആളുണ്ട് എന്ന് പറയുമ്പോൾ ക്യാൻ യു ബിലീവ് ദാറ്റ്? നമ്മളെ കണ്ടപ്പോൾ അവർ പെട്ടെന്നങ്ങ് മാറിക്കളഞ്ഞു കേട്ടോ. ഇവിടെ ഈ ക്വാർട്ടേഴ്സിൽ ഇപ്പോഴും ആൾ താമസിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പോഴും ഇവരിവിടെ താമസിക്കുക എന്ന് പറയുമ്പം എന്താ പറയുക? നമ്മൾ ആരോടാ പറയുക? അവരെ ചീത്ത പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അയ്യോ, സോ സാഡായിട്ടുള്ള കാര്യങ്ങളാട്ടോ. നമ്മളിതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടുത്തെ ലോക്കൽ ബോഡി ഒരിക്കലും അവരെ ഇതുപോലെ മരണത്തിന് വിട്ടുകൊടുക്കരുത്. ആളുകൾക്കറിയില്ല അതിൻ്റെ സീരിയസ്നെസ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സിസ്റ്റം എപ്പോഴും റെസ്പോൺസീവ് ആയിരിക്കണം. സോ സാഡ്. നമ്മളിപ്പം എത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ പാർക്കിംഗ് ഏരിയ ആണ്. ഒരു ചെറിയ നാരോ റോട്ടിലൂടെ വന്നിട്ട് നമ്മളിപ്പോൾ എത്തിച്ചേരുന്നത് വലിയൊരു ജംഗ്ഷൻ പോലുള്ളൊരു ഏരിയ. കണ്ടോ, ആ കാടിനകത്ത് ഇതുപോലുള്ള ലെവലിലേക്ക് അത് മാറിപ്പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, എത്രത്തോളമായിരുന്നു ഇവിടെയുള്ള ഒരു ക്രൗഡിൻ്റെ ആ ഒരു ക്രൗഡ് പുള്ളിങ്, ആ ഒരു വ്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് എത്രത്തോളം ക്രൗഡ് പുള്ളിങ് വ്യൂ ആയിരുന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കണ്ടോ, ഇത്രത്തോളം വലിയൊരു ഏരിയ ആയിട്ടിത് മാറ്റപ്പെട്ടിരുന്നു. ശരിക്കും എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശനി ഞായർ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, ഒരു വെള്ളിയാഴ്ച മുതലങ്ങ് തുടങ്ങുക ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ. അത്രത്തോളം ആളുകൾ പല ഭാഗത്തുനിന്നും, നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നും, അങ്ങനെ തന്നെ പറയാം, രാജ്യത്തിൻ്റെ പല ഭാഗത്തുനിന്നും അത്രത്തോളം ആളുകൾ വരുന്ന ഒരു സീസണായിരുന്നു ഇത്. ജൂൺ ജൂലൈയുടെ മഴ കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു സീസണായിരുന്നു. ഞാനിപ്പം അതിൻ്റെ പാർക്കിങ്ങിലെത്തി കേട്ടോ. അട്ടമല ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ പാർക്കിങ്ങിലാണ് ഞാൻ നിൽക്കുന്നത്. ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകാൻ യാതൊരു നിർവാഹവുമില്ല, കാരണം അത് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ആരെയും കടത്തി വിടുന്നില്ല. അത്രത്തോളം ഒരു 2 കോടിക്കടുത്ത് അവർ സ്പെൻഡ് ചെയ്ത് നിർമ്മിച്ച ഒരു ഗ്ലാസ് ബ്രിഡ്ജായിരുന്നു അത്. ഈ ഒരു സീസണിലെങ്കിലും അവർ വർക്ക് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ കുറച്ച് പൈസയെങ്കിലും കളക്ട് ചെയ്തെടുക്കാമായിരുന്നു. ഒന്നും അല്ലാതെ പോയി. നോക്കി എത്രത്തോളം ഭംഗിയായിട്ടാണ് അവരത് അതിൻ്റെ പാർക്കിംഗ് സെക്ഷൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. നോക്കിയേ, ടൈലുകളൊക്കെ പാകി അത്യാവശ്യം നല്ല ലെവലിലേക്ക് അവരത് കൊണ്ടുവന്നതായിരുന്നു. എത്ര ആളുകളുടെ ഉപജീവന മാർഗമാണ് ഇല്ലാണ്ടായിപ്പോയത്. ഇത്
ആരെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ അതാണ് ഇതിൻ്റെ വിധി എന്നുള്ളത്. ഇതതിൻ്റെ കൗണ്ടറാട്ടോ, ടിക്കറ്റിംഗ് കൗണ്ടർ. അട്ടമല ഗ്ലാസ് ബ്രിഡ്ജ്, ഇന്ത്യാസ് ഫസ്റ്റ് ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജ്. സോറി, കേരളത്തിലെ അല്ല കേട്ടോ, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജാണ്. ഒരു തിരുത്തുണ്ട്. അതുപോലെ ടിക്കറ്റ് കൗണ്ടർ അഡൽട്ട് പെർ ഹെഡ് 300 ചിൽഡ്രൻ 150. അതിന് ഏജ് ലിമിറ്റ് ഉണ്ട് 8 മുതൽ 12, 8 to 12. വർക്കിംഗ് ടൈം 7 to 7 PM. ജീപ്പ് ഫെയർ, ജീപ്പിലേക്ക് കൊണ്ടുപോകും 7 person പെർ ജീപ്പ്, 300 rupees. ഓക്കെ. MARS ഗ്രൂപ്പാണ് അത് നടത്തിക്കൊണ്ടിരുന്നത്. ഒരു 3-4 പേര് ചേർന്നിട്ടുള്ളൊരു ഗ്രൂപ്പാണ്, എനിക്കറിയാവുന്ന അവരെ. അതിൻ്റെ ടിക്കറ്റിംഗ് കൗണ്ടറാണ് ഈ കിടക്കുന്നത്. ഓ ഗോഡ്, ഒരു 3-4 മാസം മുമ്പ് വരെ, വേണ്ട അല്ലേ, ഒരു മാസം, ഈ ഒരു അപകടം നടക്കുന്നതിൻ്റെ, ഈ ഒരു ഡിസാസ്റ്റർ നടക്കുന്നതിൻ്റെ മുമ്പ് വരെ, എക്സാക്റ്റ് 1 മാസം മുമ്പ് വരെ ഇവിടെയൊക്കെ തിരക്കെന്ന് പറയുന്നത് നമുക്ക് വിവരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കാണ്. ഇത് ഇത്രത്തോളം ഫെസിലിറ്റിയിൽ അവരാക്കി വെച്ചിട്ടോ, വളരെ നല്ല രീതിയിൽ. ഇന്ന് താഴെയൊക്കെ നമുക്ക് കാണുന്ന മൊത്തം ചാണക കവിടം. കാരണം വേറെ ആരും വരാനില്ല ഇവിടെ. രക്ഷപ്പെട്ടു പോയ മൃഗങ്ങളും ബാക്കിയുള്ള കാട്ടുമൃഗങ്ങളൊക്കെയാണ് ഇന്ന് ഈ ഗ്രൗണ്ട് യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ടിക്കറ്റ് എടുത്ത് വരുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള വിശ്രമ കേന്ദ്രം. അതുപോലെ തന്നെ ചെറിയ ചായക്കടയും കാര്യങ്ങളും, അവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് വളരെ ഭംഗിയാക്കിയിരുന്നു. എന്താ ചോദിച്ചു? എവിടെ? അണ്ണാനാ? മലയണ്ണാനാ? കയറിയോ? താഴെ ചാണകമുണ്ട്, ചവിട്ടല്ലേ. ഇത് കണ്ടോ, ഈ ബിൽഡിംഗ് ഒക്കെ ഇപ്പോൾ ഇങ്ങനെയായി. അവിടെ എന്തോ അണ്ണാൻ എന്തോ കണ്ടു എന്നാണ് പറഞ്ഞത്. അത് പെട്ടെന്ന് തന്നെ ഹൈഡായിപ്പോയി. സോ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ നിർവാഹമില്ല. ഞാൻ പറഞ്ഞു അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. ഇതാ പാർക്കിംഗ് വരെ വരാൻ പറ്റുള്ളൂ. ഗ്ലാസ് ബ്രിഡ്ജ് ആ ഭാഗത്തേക്കാണ്. ഹാരിസൺ മലയാളം അത് ഗേറ്റ് വെച്ച് ലോക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം അത്ര ഇൻവെസ്റ്റ് ചെയ്തൊരു സാധനമല്ലേ, അതുകൊണ്ടാണ്. സോ ഈ കാഴ്ചകൾ കണ്ട് നമ്മളിവിടുന്ന് മടങ്ങുകയാണ്. ഇനി ഒരു തിരിച്ചുവരവ് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. പക്ഷെ വരാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുക. കാരണം എത്രയോ ആളുകളുടെ സ്വപ്നമാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ, ഞാൻ നേരത്തെ പറഞ്ഞതിലൊരു തെറ്റുണ്ട്, കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജാണിത്. അത് ഭയങ്കര ഭംഗിയുള്ള കേട്ടോ. പക്ഷേ എനിക്ക് നേരിട്ട് വരാൻ സാധിച്ചില്ല. ആ സമയത്തൊക്കെ ഷൂട്ടുള്ളതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല. നമ്മളിങ്ങനെ ചവിട്ടുമ്പോൾ പെട്ടെന്ന് അതിങ്ങനെ ചില്ല് ബ്രേക്ക് ചെയ്യുന്ന പോലെ ആവും, അതിൻ്റെ സൗണ്ടും ഉണ്ടാവും. പെട്ടെന്ന് പേടിച്ച് പോകും. ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ഭയങ്കര രസമാണ്. ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. സോ സാഡ്. സോ ഇതാണ് ഇവിടുത്തെ കാഴ്ച. നമുക്കിനി മറ്റൊരു ഏരിയയിലേക്ക് പോകാം. ഏകദേശം സമയം 3 മണിയായി. ഇതൊക്കെ ഇരുട്ട് കയറി വരുന്നുണ്ട്. പിന്നെ കിച്ചു പറഞ്ഞ പോലെ ഇവിടെ ഒരു സ്ഥിരം ഒരു പുലിയുണ്ട്, ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ആന ഇറങ്ങുന്ന ഏരിയ ആണ്. നമുക്ക് വേറെ ആരുമില്ല ഇവിടെ സപ്പോർട്ടിനായിട്ട്, ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. അപ്പം കുറേ നമുക്ക് ചോദ്യങ്ങളുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു എന്നേ ഉള്ളൂ. സോ ദിസ് ഈസ് അട്ടമല കാഴ്ചകൾ. അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ ആളുകൾ, ഞാനൊന്ന് ഫോക്കസ് ചെയ്യാം കേട്ടോ. അവരിപ്പോൾ അവിടെ കാണുന്നുണ്ട്. ആ ക്വാർട്ടേഴ്സ് ഇല്ലേ, ആ ക്വാർട്ടേഴ്സിൻ്റെ അവിടെ നമ്മളെ ക്യാമറ കണ്ടപ്പോൾ അവരങ്ങ് മാറിക്കളഞ്ഞു. ഇത് നോക്കി, ഇതാ ഈ നിൽക്കുന്നുണ്ടോ, ഇതൊരു ആളാണ്. അവർ വേറെ ആരോട് വർത്തമാനം പറയണ്ട. അതിനർത്ഥം ഈ ഭാഗത്തേക്ക് അകത്ത് വേറെ, അതാ ഇവിടെ ഒരാളും കൂടെ അതേ പോകുന്നു. ചെറിയ കുട്ടിയാട്ടോ അത്. ദൈവമേ, അത് അമ്മയാണ്, അത് കുട്ടിയാണ്. അപ്പോൾ അതിനകത്തൊരു ഫാമിലി ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. എന്തൊരവസ്ഥയാണ് നോക്ക്. ഇത്രത്തോളം ഡിസാസ്റ്റർ ഉണ്ടായിട്ടും ഇതൊന്നും ശ്രദ്ധിക്കാനും പിടിക്കാനും ഇവിടെ ആളില്ല എന്ന് പറയുന്ന സങ്കടകരമായ കാഴ്ചയാട്ടോ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ഞാൻ ഒരാളെയും അപകീർത്തിപ്പെടുത്താനൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. ഇത്രയും ഒരു ഡിസാസ്റ്റർ സംഭവിച്ചിട്ടും ഇത്രയും പുലിയും ആനകളും ഇറങ്ങുന്ന ഈ ഒരു ഏരിയയിൽ, ഒറ്റപ്പെട്ട ഏരിയയിൽ 1-2 ഫാമിലി ഇവിടെ താമസിക്കുക എന്ന് പറയുമ്പോൾ സങ്കടകരമായിട്ടുള്ള കാഴ്ച കേട്ടോ. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിന് അവർക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഒരുക്കണമെന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അത്രയും ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണിതെല്ലാം, ഒട്ടും സേഫല്ല. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ആ പാലം കയറിയിട്ട്, ബെയിലി പാലം കയറി വരുമ്പോൾ നമ്മളടുത്ത് ചോദിക്കും, നമ്മൾ എവിടെയാണ്, ഇവിടുത്തുകാരാണോ അല്ലയോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തുകാരാണ്, ഞങ്ങൾ ID പ്രൂഫ് കാണിച്ചിട്ടാണ് ആ പാലം കഴിഞ്ഞിട്ട് പാലം കടത്തി ഇങ്ങോട്ടേക്ക് വിടുന്നത്. അപ്പോഴും അവർ ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അവിടെ ചെറിയച്ഛൻ്റെ വീടുണ്ട്. യെസ്, എക്സാക്ട്ലി, എൻ്റെ ചെറിയച്ഛൻ്റെ വീടുണ്ട് അവിടെ. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയാണ് പോകുന്ന കൂട്ടത്തിൽ ഈ വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പം അവർ ചോദിക്കുന്നു ഇപ്പോഴും അവർ താമസിക്കുന്നുണ്ടോ. ഞാൻ പറഞ്ഞില്ല, അവർ മേപ്പാടിക്ക് മാറി. കാരണം അവർ താമസിക്കുന്നില്ല, ഇവിടെ ആരെടുത്തും താമസിക്കേണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ് ഇത്രത്തോളം സെക്യൂരിറ്റിയും കഴിഞ്ഞ് ഇതിനകത്ത് വിടുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവിടെ ആളുകൾ താമസിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. അത് ഒരിക്കലും അനുവദിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഇതൊന്ന് ശ്രദ്ധയിൽ എടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന ഒരുപാട് ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഉണ്ട്.
അതെനിക്കറിയാം. കാരണം പേഴ്സണലി പല വീഡിയോസും കണ്ടിട്ട് അവരെന്നോട് അഭിപ്രായം പറഞ്ഞിരുന്നു. ആ മല പൊട്ടിയ ആ സമയത്തുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ട് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകൾ ആ സമയത്ത് റെക്കഗ്നൈസ് ചെയ്ത് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത് ഇറ്റ്സ് മൈ റിക്വസ്റ്റ്, നിങ്ങളിതൊന്ന് ശ്രദ്ധയിലെടുക്കണം. ഓക്കെ. അവിടെ നിന്നൊരു ചെറിയൊരു ഊടുവഴിയുണ്ട്. ഞാൻ തിരിച്ചു പോകാമെന്ന് പ്രതീക്ഷിച്ചപ്പോഴാണ് കിച്ചു പറഞ്ഞത്, ചേട്ടാ അവിടെ ചെറിയൊരു വഴിയുണ്ട്, ചിലപ്പോൾ അതിലൂടെ പോയാൽ ഗ്ലാസ് ബ്രിഡ്ജ് ലോങ്ങെന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് ആ വഴിയിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുഴപ്പമില്ല, എടുത്ത തെന്നി വീഴണ്ട. കാരണം നടക്കുന്ന ആ മണ്ണുണ്ടല്ലോ അതിങ്ങനെ തെന്നി പോകുന്നുണ്ട്. ഇത് എസ്റ്റേറ്റിനകത്തൂടെയുള്ള റോഡാണ് കേട്ടോ. ഇവിടെ ചപ്പ് പറിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ ചപ്പ് പറിച്ചു വെക്കുമ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാക്ടർ വരും, ജീപ്പിൽ വരും. അങ്ങനെ അതിന് വേണ്ടിയുള്ള ഒരു റോഡാണ്. പിന്നെ ആ പറഞ്ഞ പോലെ തന്നെ എസ്റ്റേറ്റിൻ്റെ ബാക്കിയുള്ള മാനേജേഴ്സൊക്കെ ഇത് ചെക്ക് ചെയ്യാനൊക്കെ വരത്തില്ല, ഫീൽഡ് ഓഫീസേഴ്സൊക്കെ. അപ്പോൾ അവരുടെ കയ്യിൽ പണ്ടത്തെ ബൈക്കാണ് SD എന്ന് പറയാം, എസ് ഡി ബുള്ളറ്റിനെ വെല്ലുന്നൊരു ബൈക്കാന്ന് പറയാം. അതായിരുന്നു പണ്ട് ഞങ്ങൾ കണ്ട ബൈക്കൊക്കെ. ആ ബൈക്കിലൂടെ പോകുന്ന വഴികളാണ് ഇത്. ഇന്നും ഇന്നലെ ഉണ്ടായ വഴികളല്ല. ഞാൻ പറഞ്ഞില്ല, അറൗണ്ട് 100 years മുമ്പ് വെട്ടിയിട്ട വഴികളാണ്. ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള വഴികളാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വഴികളിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ നമ്മൾ ആ ഒരു ഏരിയയിലെത്തി. അവിടെ എത്തിയാൽ മനോഹരമായ ഗ്ലാസ് ബ്രിഡ്ജും കുറച്ച് കാഴ്ചകളുണ്ട്. ഞാൻ ഇപ്പോൾ കാണിക്കാവേ. ഞാനിതാ സൂം ചെയ്ത് കാണിച്ചു തരാം ഗ്ലാസ് ബ്രിഡ്ജ്. ഇങ്ങനെ കാണിക്കുമ്പോൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അതിൻ്റെ ടോട്ടലായിട്ടൊരു ഭംഗി കാണാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ബിഗ് ഫ്രെയിമിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതങ്ങ് സൂം ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ദാ ഈ കാണുന്നതാണ് ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജ്. ഇന്ത്യയിലെ ഫസ്റ്റ് ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജായ അട്ടമല ഗ്ലാസ് ബ്രിഡ്ജ്. ഒരുപാട് ന്യൂസിലൂടെയും വീഡിയോസിലൂടെയും വ്ളോഗ്സിലൂടെയൊക്കെ നിങ്ങൾ കണ്ട ഗ്ലാസ് ബ്രിഡ്ജാണ്. ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഒരു ടോട്ടലായിട്ടുള്ള ഒരു ഭംഗിയും ഗാംഭീര്യവും നിങ്ങൾക്ക് കിട്ടില്ല. അടുത്ത് പോയിട്ട് കാണണം. പക്ഷേ വേറെ നിർവാഹമില്ല. ദാ ഈ റോട്ടിലൂടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കയറി പോകാം സബ്ബടിച്ചിട്ട്. പക്ഷേ വേണ്ട, അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് എഗെയിൻസ്റ്റ് ചില നിയമങ്ങൾക്കാണല്ലോ. നമ്മളത് ശരിയല്ലല്ലോ. ഒരു വഴി പൂട്ടിയിടുമ്പോൾ പിന്നെയും അത് ചാടിക്കടന്ന് പോകുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മൊറാലിറ്റിക്ക് ചേർന്നൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മളതിന് മുതിരുന്നില്ല. ഇതാണ് ആ ഗ്ലാസ് ബ്രിഡ്ജ്. എനിക്ക് തോന്നുന്നു പാർട്ട് ഓഫ് ദ ഹിസ്റ്ററി അല്ലേ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ അതൊരു ഹിസ്റ്ററിയാണ്, അല്ലെങ്കിൽ അത് ചരിത്രമാണ്. ആ ഗ്ലാസ് ബ്രിഡ്ജാണ്. ഞാൻ ഒന്നുകൂടെ സൂം ഔട്ടിൽ നിന്ന് സൂം ഇൻ ചെയ്ത് കാണിക്കുന്നതാണ്. വല്ലാത്ത വ്യൂ ആട്ടോ. ഇവിടെ നിന്ന് ഈ കാണുന്നത് ഒരു അസാധ്യ വ്യൂ ആണ്. ഇതാ ഇവിടെ ഈ മരങ്ങളും കുന്നും ഉള്ളതുകൊണ്ട് നമുക്കറിയുന്നില്ല. പക്ഷേ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, അത്രയധികം എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന വ്യൂസാണ്. അവിടെ നിന്ന് ആ ഭാഗത്തുള്ള സഹ്യനിരകൾ മൊത്തം കാണാം. അത് വലിയ ഡീപ്പായിട്ടുള്ള ഏരിയ ആണ് ആ ഭാഗം. വേറെ ലെവല് കാഴ്ചയാണ് അവിടെ നിന്നുള്ളത്. കണ്ട ആളുകൾ ആരും മോശം പറയാത്ത ഒരു വ്യൂ ആണ് അട്ടമല ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് കിട്ടുന്നത്. സോ സാഡ്. നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ വിധി എന്ന് പറയുന്നത് ഇതായിപ്പോയി. അവിടെ നിന്നൊന്ന് ക്യാമറ സറൗണ്ടിങ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളാണിത്. വളരെ ഭംഗിയുള്ള ഫോട്ടോജനിക്കായിട്ടുള്ള ഒരു കാഴ്ചകളാണ്. കിച്ചൂട്ടാ, ഇതെന്താ ഈ താഴെ കാണുന്നത്? ഇത് ബോട്ടിങ് നടത്താൻ വേണ്ടിയിട്ട് കോളം സെറ്റ് ചെയ്തോണ്ട്. ഏത് ഇതോ? ഈ സർക്കിളിൽ. ഓ, അപ്പോൾ അതിനവർ ഈ പ്ലാസ്റ്റിക് എന്താ ആദ്യം മണ്ണൊന്ന് ഇതാകണല്ലോ, ഉറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ മണ്ണ് കയറ്റിയിട്ട് അല്ലേ? ഓക്കെ. ഇതാ ഈ സറൗണ്ടിങ് ഉണ്ട്. ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഒരു ചെറിയൊരു ലേക്ക്, ഒരു തടാകം ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. എന്നിട്ട് ഇതിനകത്ത് ചെറിയ ബോട്ടിങ് പരിപാടികളൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മണ്ണ് സെറ്റാകാൻ വേണ്ടിയിട്ട്, കാരണം ഇവിടെ വലിയ ഉറപ്പില്ലാത്ത മണ്ണ്. ഇത് കണ്ടോ, ഇതുപോലെ ഇതാണ്, മീൻസ് വെള്ളം ഒഴുകുന്ന ഒരു വയലേരിയാണ്. അത് സെറ്റാകാൻ വേണ്ടി റൗണ്ട് ചെയ്തിരിക്കുന്നതാണ്. എന്നിട്ടത് ശരിക്കും പറഞ്ഞാൽ 1 വർഷം കൊണ്ട് ഓപ്പൺ ആയേനെ സെറ്റ് ആവേണ്ടതാണ്. പക്ഷെ അതിപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ സംഭവം നടന്നുകൊണ്ട് ആരും മൈൻഡ് ആക്കുന്നില്ല. ഇത് ഇവരുടെ തന്നെയാണോ? ഗ്ലാസ് ബ്രിഡ്ജ് ടീമിൻ്റെ തന്നെ. ആ ടീമിൻ്റെ തന്നെയാണ് അല്ലേ? ഇതൊക്കെ പെർമിഷൻ ഉള്ളതാണോ? അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അറിയത്തില്ല. ഇത് ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഞാൻ പറയുന്നത് റൈറ്റ് ആണോ റോങ് ആണോ എന്നറിയില്ല. പക്ഷേ ഞാനൊരു സേഫ്റ്റി, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു പ്രാധാന്യം മുൻനിർത്തി പറയുന്നതാണ്. ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വെള്ളം ഒഴുകുന്ന ഏരിയ ആണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം, അവിടെ മലയാണ്. ഇതാ എൻ്റെ ഈ ബാക്കിൽ കാണുന്ന മലയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന ഈ ഒരു ഏരിയ, നമ്മൾ നേരത്തെ മാങ്കുണ്ടൊക്കെ കണ്ടുപോലെ പണ്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന ഒരു ഏരിയ ആണിത്. അതുകൊണ്ടാണല്ലോ ഇവിടെ വയൽ പോലെ കിടക്കുന്നത്. ഓക്കെ. ഈ ഏരിയയിൽ ഇങ്ങനെ വെള്ളം തടഞ്ഞ് നിർത്തിയിട്ട് ഒരു ചെറിയ ബോട്ടിങ്ങിനുള്ള പരിപാടിയായിരുന്നു.
പെർമിഷൻ എടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റേതായിട്ടുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ നോക്കണം. ഞാനത് റോങ് ആയിട്ട് പറഞ്ഞതല്ല. കാരണം നമുക്ക് ചില കാര്യങ്ങൾക്ക് നമ്മുടെ ഗവൺമെൻറ്റും കൂടെ ഫേവർ ആണെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ, അല്ല. ടൂറിസം എന്ന് പറയുന്നത് വയനാടിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അതൊരിക്കലും നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ടൂറിസം ചെയ്യുമ്പം വേണം, ഇത് വേണ്ടെന്ന് പറയുന്നില്ല, നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ വന്നാൽ അതിനെ നമുക്ക് ഇത് ചെയ്യാനുള്ള, തടയാനുള്ള ഒരു മുൻകരുതലും കൂടെ ഉണ്ടാകണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നല്ല കാര്യമാണ്, വരണമല്ലോ. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ ഇവിടെ കാഴ്ചക്കാരും ആളുകളും അതുപോലെ പുതിയ ബിസിനസ്സുകാരും ഒക്കെ വരുള്ളൂ. അല്ലാതെ ഇപ്പോൾ എല്ലാം പെർമിഷൻ ലോക്ക് ചെയ്ത് വെച്ചിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ലോക്കൽ ബോഡി അത് ചെക്ക് ചെയ്യണം, ഇവിടെ വരുന്ന ആളുകളുടെ സേഫ്റ്റി ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യം കൂടെ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുകയാണ്. സോ ഇത് ആർക്കെതിരെയോ അല്ലെങ്കിൽ റോങ് ആയിട്ടോ ഒന്നും പറയുന്നതല്ല, ആ ഒരു സെൻസിലെടുക്കുക കേട്ടോ. സോ അട്ടമല ഗ്ലാസ് ബ്രിഡ്ജ് ഇതാ ഈ കാണുന്ന ഇതാണ്. ഞാൻ സൂം ഇൻ ചെയ്ത് കാണിച്ചു. അതിൻ്റെ ബാക്കിൽ ഇവർ തുടങ്ങാനിരുന്ന പുതിയൊരു ചെറിയ ലൈക്കിൻ്റെ ബാക്കപ്പാണ് കണ്ടത്. സറൗണ്ടിങ് ഉള്ള ഈ ഒരു വ്യൂ ആണ് നിങ്ങൾ കണ്ടത്. ഇനി നമുക്ക് മുണ്ടക്കൈയിലെ കുറച്ച് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഗ്രാമങ്ങളുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ കാഴ്ചകൾ കൂടെ കാണാം. എന്താല്ലേ, ഞങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്ത ഒരു സമയമായിരുന്നു. അത്രയധികം ആളുകൾ ഇവിടെ കുമിഞ്ഞു കൂടി ഒരുപാട് ക്യാഷും ഒക്കെ ഉണ്ടാക്കേണ്ട ഒരു സമയം, കിച്ചുമൊക്കെ കൊയ്യേണ്ട ഒരു സമയമായിരുന്നു, കൊയ്യേണ്ട സമയം. കാരണം എന്താണെന്നറിയോ, ഇവിടെയൊക്കെ ഒരു ഗൈഡ് ആയിട്ട് പോവുക അല്ലെങ്കിൽ ഇത്രയും ആളുകൾ വരുമ്പോൾ ഒരു മണി സർക്കുലേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ വലുതാണ്. സോ സാഡ്. എത്ര ആളുകളൊന്നും അല്ലാണ്ടായി പോയി എന്ന് പറയുമ്പോൾ സങ്കടം. ഉള്ളോട്ട് ഫുള്ള് റിസോർട്ടുകളാണ്. എവിടെ റിസോർട്ടല്ല, ഉള്ളോട്ട് താഴോട്ട് ഫുള്ള് പ്രോപ്പർട്ടീസ്. ഈ വഴി ഉണ്ടല്ലോ, ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ വേറെ വഴിയുണ്ട്, മെയിൻ റോഡുണ്ട്. ആ ഭാഗത്തൊക്കെ നിറയെ റിസോർട്ടുകളാണെന്നാണ് പറയുന്നത്. അങ്ങോട്ടേക്കുള്ള ലൈൻ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് KSEBയുടെ. വയനാടെന്ന് പറയുമ്പോൾ ഇന്ന് അതാണല്ലോ, ടൂറിസം ഫേമസ് ആണല്ലോ. വാട്ട് ടു ഡു. നമ്മളങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്നും ഒരു ലോങ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ വ്യൂവും കണ്ട് മറ്റേ റിട്ടേൺ റോട്ടിലൂടെ അട്ടമല ടൗണിലേക്ക് നമ്മൾ ആ ഒരു ചെറിയ ജംഗ്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ റോട്ടിലുള്ള വ്യൂസാണ് നിങ്ങൾ ഈ കാണുന്നത്. ആയിരക്കണക്കിന് വാഹനങ്ങൾ ഒരു ദിവസം വന്നു പോയിക്കൊണ്ടിരുന്ന സഞ്ചാരികളുടെ പ്രിയപ്പെട്ട അട്ടമലയിലെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെയും ആ കാഴ്ചകളുടെയും ഒക്കെ ഒരു അവശേഷിപ്പ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പം ഇവിടെ കാര്യങ്ങളുള്ളത്. ഏത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും പച്ചപ്പും പ്ലാന്റേഷനും ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽ ഇവിടെ ഉണ്ടെന്ന്. ഷാറ്റി വുഡ് എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര്. ആ ഹോട്ടലാണ് നിങ്ങളിപ്പം എൻ്റെ ഫ്രെയിമിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഷാറ്റി വുഡ്. ഇത് ഭയങ്കര രസമുള്ളൊരു റിസോർട്ടായിരുന്നു കേട്ടോ. അതാണ് അട്ടമല ജംഗ്ഷൻ. ആ ജംഗ്ഷൻ്റെ ഇതിലേക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്തൂടെ, അതായത് താഴേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഒരു ചെറിയ തടാകമൊക്കെ ഉണ്ട്. അവിടെ നിന്ന് പിന്നെ ഹൈ ഗിയറിലിട്ട് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ പാർക്കിങ്ങിലെത്താം. ഷാറ്റി വുഡ് എന്ന് പറയുന്ന ഹോട്ടൽ എനിക്ക് ഇവിടെ കണ്ടതിൽ ഇഷ്ടപ്പെട്ട അട്ടമലയിലെ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബ്രാൻഡ് ഹോട്ടലാണ്. അത്യാവശ്യം ഫോറിനേഴ്സും അതുപോലെ തന്നെ ഹൈ ലെവൽ ഹൈ ക്ലാസ് ആളുകളൊക്കെ വന്ന് താമസിക്കുന്ന ഒരു ഹോട്ടലായിരുന്നു. എൻ്റെ ചെറിയച്ഛൻ്റെ സ്ഥലമായിരുന്നു കേട്ടോ ഇത്. അദ്ദേഹം അത് വിറ്റതാണ്. പക്ഷെ വളരെ ഭംഗിയായിട്ട് അവരുണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു കൺസ്ട്രക്ഷനാണ്. ഇതിനോടനുബന്ധിച്ച് കുറേ ഹട്ടുകൾ കാണാം കേട്ടോ. ഇത് അതിൻ്റെ മെയിൻ ബിൽഡിങ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ കാണുന്നത് അതിൻ്റെ ഒരു ഹട്ടാണ്. പിന്നെ നേരെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ മറ്റൊരു ഹട്ടാണ്. അതിൻ്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു ഹട്ടുണ്ട്. ഈ ഹട്ടിൽ നിന്നൊക്കെയുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അസാധ്യം കേട്ടോ. ഇപ്പോൾ അത് അടഞ്ഞു കിടക്കുകയാണ്. അത് എന്തെങ്കിലും തുറക്കാനൊരു ഭാഗ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പോവാം. എനിക്ക് തോന്നുന്നു ചൂരൽമല അട്ടമല ഏരിയയിൽ തുടങ്ങിയ ആദ്യത്തെ ഒരു 4 സ്റ്റാർ 3 സ്റ്റാർ കാറ്റഗറി ഫെസിലിറ്റിയോട് കൂടിയ ഒരു ഹോട്ടലായിരിക്കണം ഷാറ്റി വുഡ്. ഞാൻ ഒരുപാട് വന്ന് ഇവിടെ നിന്ന് വ്യൂ ഒക്കെ കണ്ടിട്ടുണ്ട്, ഫോട്ടോ എടുത്തിട്ടുണ്ട്. അയ്യോ, ഒത്തിരി സങ്കടം തോന്നുന്നു. കാരണം അത്രയധികം ഇൻവെസ്റ്റ് ചെയ്തുണ്ടാക്കിയ ഒരു സംരംഭമല്ലേ, ടൂറിസത്തിൻ്റെ ഭാഗമല്ലേ. സോ സാഡ്. വളരെ ഭംഗിയുള്ള അട്ടമലയുടെ കാഴ്ചകളും ഷാറ്റി വുഡും അതുപോലെ തന്നെ നമ്മളിങ്ങൊന്ന് സറൗണ്ട് ചെയ്താൽ ഇതിനിടയ്ക്കൊക്കെ വീടുകളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ മാനേജേഴ്സിൻ്റെ ബംഗ്ലാവുണ്ട്. അവിടെയാണ് ഗ്ലാസ് ബ്രിഡ്ജ് സിറ്റുവേറ്റ് ചെയ്ത് നമ്മൾ വന്ന ഭാഗം അതിലൂടെയാണ് വന്നത്. അപ്പോൾ ഇതിലേക്കൂടെ വന്നിട്ട് നമ്മളിങ്ങനെ അട്ടമല ടൗണിലേക്ക് എത്തും. വരുന്ന വഴിക്ക് ചെറിയൊരു സാധനത്തിനെ കണ്ടു. അതെന്താണെന്നുള്ള അതിൻ്റെ ഫോട്ടോ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ വ്യൂ കിട്ടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതാ പോകുന്നു. കണ്ടോയെന്നറിയില്ല. അതിൻ്റെ പേരാണ് കാട്ടുകോഴി. ഒരു മിന്നായം പോലെ കാണാൻ പറ്റി.
അതാണ് കാട്ടുകോഴി. അതെന്തിനാണ് ഇപ്പോൾ പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല. കാരണം ടി വി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് അതിനോടനുബന്ധിച്ച ചില കോഴികളെയാണ്, നാട്ടുകോഴികളെയാണ്. സോ കാട്ടുകോഴി കണ്ടപ്പോൾ ഒരു ചെറിയൊരു ഇത്. അല്ല, കാട്ടുകോഴി എന്നൊക്കെ പറയുന്നത് ഈ കാട്ടിനകത്തുള്ള സംഭവം കേട്ടോ. നമുക്കതങ്ങനെ കാണാൻ പറ്റില്ല. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുയലൊക്കെ ഉണ്ടാവും ഈ ഭാഗത്ത്. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ പുലി ഉണ്ടാവും. അപ്പം അതിനൊന്നും നിൽക്കണ്ട, നമുക്ക് മൂവ് ചെയ്യാം. കിച്ചു ഓൾറെഡി പറഞ്ഞ ചേട്ടാ അവിടെ ഒരു പുലിയുണ്ട്, മൂവ് ചെയ്യാമെന്ന്. എൻ്റെ ഷാറ്റിവുഡിൻ്റെ വ്യൂ ആട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ റിസോർട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് രാത്രിയൊക്കെ ഈ ഭാഗത്ത് ഇഷ്ടം പോലെ മൃഗങ്ങളെ കാണാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ, സങ്കടമാവുന്നു പല കാര്യങ്ങളും കാണുമ്പോൾ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിതാ ആ വഴിയിലൂടെ വന്നിട്ട് ജോയിൻ ആകുന്നത് അട്ടമലയാണ്. അത് സ്കൂളാണ്. ഇതാ അതിലൂടെ പോവാം. ഒരു 3-4 കിലോമീറ്റർ നമുക്ക് കറങ്ങി അടിച്ചതാ ഈ ഒരു കുന്നുണ്ടല്ലോ, ഇതിങ്ങനെ കറങ്ങി അടിച്ച് ഇതിലെ കൂടെ വരാം. അപ്പോഴുള്ള കാഴ്ചകളാണ് കണ്ടത്. നമ്മളിത് അട്ടമല സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ഓർമ്മകളുള്ള ഒരു സംഭവം. ഇത് കണ്ടോ, ഇതൊക്കെ നിരത്തി പാടികളാണ്. ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 1, 2, 3, 4, 5, 6 എന്ന ക്രമത്തിൽ ഇഷ്ടംപോലെ പാടികൾ ഇതിനകത്തുണ്ട്. ഈ പാടികൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ എൻഡിലൊരു വീട് കാണാം. അത് കണ്ടോ, ഒരു 2 നില വീട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇതാണ് എൻ്റെ ചെറിയച്ഛൻ്റെ വീട്. ചെറിയച്ഛനൊക്കെ ഈ ഒരു ഡിസാസ്റ്ററിന് ശേഷം ഇവിടെ ആരും താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് വീട് മാറി. വർഷങ്ങളോളം, എനിക്ക് തോന്നുന്നു ഒരു 60-70 വർഷമായിട്ട് അദ്ദേഹം താമസിക്കുന്നത് ഇവിടെയാണ്. ഇതിൻ്റെ അപ്പുറം ഏറാട്ടക്കുണ്ട് എന്ന് പറയുന്ന വലിയൊരു താഴ്ചയിലേക്ക് വെള്ളം ചാടുന്നൊരു സ്ഥലമാണ്, സൂചിപ്പാറ വാട്ടർഫാൾസ് പോലെ. അതിൻ്റെ അടുത്തുള്ള പാടികളിലൊക്കെ എൻ്റെ ആൻറ്റിമാരൊക്കെ താമസിച്ചുകൊണ്ടിരുന്നതാണ്. അതൊക്കെ ഇന്ന് പൊളിഞ്ഞു പോയി ഈ പാടികൾ. ഇത് ഒരുപാട് ആളുകൾ, അതായത് 100 കുടുംബങ്ങൾ ഇങ്ങനെ കൂട്ടമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഏരിയ ആയിരുന്നു അട്ടമല. എന്ത് രസമായിരുന്നു അല്ലേ ഈ ഒരു ഏരിയ, എന്ത് രസമാണ് ഇപ്പോൾ കാണുമ്പോഴും. പണ്ട് പലപ്പോഴും സ്കൂളൊക്കെ വിട്ടിട്ട് ആൻറ്റിമാരുടെ വീട്ടിലേക്കൊക്കെ പോകുമായിരുന്നു. അങ്ങനെ പോകുമ്പോഴും അതുപോലെ തന്നെ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴൊക്കെ ഉള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു ഫീലെന്ന് പറയുന്നത് രക്ഷയില്ല. അതായത് ഈ ബാക്കിൽ ഈ മരത്തിൻ്റെ പുറകിൽ ഈ ഹൈറ്റിൽ കാണുന്ന മൊത്തം മലകളാണ്. നമ്മളിപ്പം എറണാകുളത്തൊക്കെ ഫ്ലാറ്റൊക്കെ ഇല്ലേ, ഫ്ലാറ്റുകാരൊക്കെ എന്താ ചെയ്യുന്നത്, ഓണം വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും അല്ലെങ്കിൽ മറ്റ് പെരുന്നാൾ വരുമ്പോഴും ഒക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഘോഷിക്കുന്ന ഒരു മുഹൂർത്തം ഉണ്ടല്ലോ. അന്നത്തെ ആ ഫ്ലാറ്റിൻ്റെ ആ ഒരു ഫീലായിരുന്നു പണ്ട് ഈ പാടിയിൽ താമസിക്കുന്ന ആളുകൾക്ക്, അതായത് ഞങ്ങൾക്ക്. കാരണം എല്ലാവരും ഉണ്ടായിരുന്നു, 100 അല്ലെങ്കിൽ ഒരു 10-50 കുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന ആയതുകൊണ്ട് തന്നെ എല്ലാ ആഘോഷങ്ങളും ഞങ്ങൾ ഒന്നിച്ചാണ് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അതൊന്നുമില്ല. എല്ലാവരും കുടുംബങ്ങളായിട്ട് ഒറ്റപ്പെട്ട് മാറുന്നൊരവസ്ഥയിലേക്ക് മാറി. അതുമാത്രമല്ല, ഇതുപോലുള്ള ഡിസാസ്റ്ററും ഇതുപോലുള്ള റെസ്ട്രിക്ഷൻസും ഒക്കെ നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ പാടെ ചേഞ്ചാക്കി. ഒരു പാരഡൈം ഷിഫ്റ്റ് എല്ലാവരുടെ ലൈഫിലും സംഭവിച്ചു. ചിലർക്കത് നല്ലതാകാം, ചിലർക്ക് ചീത്തയാകാം. ബട്ട് ഇതായിപ്പോയി, ഞാൻ പറയുന്ന പോലെ അതിൻ്റെ വിധി എന്ന് പറയുന്നത്. സോ അട്ടമല ടൗണിൻ്റെയും അവിടുത്തെ കാഴ്ചകളും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ പാടിയിലേക്കൊന്ന് കയറാൻ പറ്റുമോ നോക്കാം. ആ പാടിയുടെ ആ ഫ്രണ്ടേജിലൂടെ നടന്നു പോകുമ്പോൾ വേറൊരു ഫീലാണ്. ഇനി ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ എന്നറിയില്ല. അതും കൂടെ എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അല്ല കിച്ചു? ഫ്രണ്ട്സ്, ഇതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി. കഴിഞ്ഞ കുറേ വീഡിയോകളായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി, കിച്ചു എവിടെ, ആദർശ് എവിടെ എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. ഇതാണ് കിച്ചു. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആകർഷായിരുന്നു. സോ കിച്ചു ഇന്ന് എൻ്റെ കൂടെ ജോയിനായി. ആഗുവിനെ വിളിച്ചിരുന്നു, ഇന്ന് ആഗു വേറെന്തോ പണിക്ക് പോയി, അതുകൊണ്ട് കിച്ചു എൻ്റെ കൂടെ ജോയിനായി. പിന്നെ ആദർശ്, അദ്ദേഹം അവിടെ കോഴിക്കോട് സൗദി എയർലൈൻസിൽ വർക്ക് ചെയ്യാണ്. വരുമ്പോൾ നമുക്കൊരു ദിവസം ആദർശിനെയും കൂടെ കൂട്ടാം, ഈ 3 പേരെയും കൂടെ കൂട്ടാം. ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. സോ കിച്ചു സേഫാണ്. കിച്ചു ആ ദിവസം എൻ്റെ കൂടെ മേപ്പാടിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കിച്ചുവിൻ്റെ അച്ഛനും അമ്മയൊക്കെ ചൂരമല പ്രദേശത്താണ്, അവരെല്ലാവരും സേഫാണ്. ദാറ്റ്സ് ഓൾ. അങ്ങനെ സ്കൂളിൻ്റെയും അട്ടമലയുടെയും കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് തിരിക്കുകയാണ്. ഈ ഷോപ്പ് പഴയൊരു ബാർബർ ഷോപ്പായിരുന്നു എൻ്റെ. ഇത് അട്ടമല രക്തസാക്ഷി ഒരു സൈനാണ്. ഇതാ അട്ടമലയിൽ നിന്ന് പുറത്ത് ഇറങ്ങി നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നു. ആ പാടികളൊക്കെ കണ്ട്, അട്ടമല കാഴ്ചകളൊക്കെ കണ്ട്. ആ ടോപ്പിലുള്ളത്
മാനേജേഴ്സിൻ്റെ ബംഗ്ലാവാണ് കേട്ടോ. ആ ടോപ്പിലേക്ക് അങ്ങനെ കയറി പോകാം. നമുക്ക് ഈ പാടികളുടെ ഒരു ഇടയ്ക്കൂടെ നടക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഇതാട്ടോ അട്ടമല പാടികളുടെ ഒരു കാഴ്ച. ഒരുപാട് സങ്കടം തോന്നുന്ന കാഴ്ചകളാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഈ പാടികൾ. ഇന്ന് ആരുമല്ലാതെ അതിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നൊരവസ്ഥ. ഇതിനകത്തൂടെ നടക്കാൻ വയ്യ കേട്ടോ. കാരണം താഴെ മൊത്തം പശുക്കളൊക്കെ നടന്നിട്ടുള്ള ചാണകവും ഒക്കെ ആയിട്ട് വല്ലാതെ ചീത്തയായിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ വയ്യ. സോ ഇതാണ് പാടി. ഇതൊരു സെക്ഷനാണ്. ഇതിലെന്ന് പറയുമ്പോൾ 1 വീട് 2 3 4 5 6 വീട്. 6 വീടെന്ന് പറയുമ്പോൾ 6 കുടുംബങ്ങൾ താമസിക്കുന്ന വീടാണ്. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കയറി വരുമ്പോൾ ഒരു ചെറിയൊരു ഹാള് പോലത്തെ സാധനം, പിന്നെ ഒരു ബെഡ്റൂം, പിന്നെ അടുക്കള, അത്രയേ ഉള്ളൂ, ഒറ്റ റൂം. ഇതിലാണ് വർഷങ്ങളോളം ഞാനൊക്കെ താമസിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ 13 വയസ്സ് വരെ പാടിയിലായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചൊക്കെ താമസിച്ചതൊക്കെ പാടിയിലായിരുന്നു. ഒരുപാട് ആളുകൾ ജനിച്ചു വളർന്ന പാടിയിലാണ്. ഒരു നൂറ്റാണ്ടിൻ്റെ ഓർമ്മകൾ പേറുന്ന ഒരു ചരിത്ര സംഭവമാണ് ഇതൊക്കെ. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് അതിശയം പോലെ തോന്നിയേക്കാം. പക്ഷേ ഒരുപാട് കുടുംബങ്ങളും ജീവിതങ്ങളും ഒക്കെ ഈ ഒരു ചുമരിനകത്തുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ബാക്കപ്പിലുള്ള, അവരുടെ കാലഘട്ടത്തിലുള്ള ഹാരിസൺ മലയാളത്തിൻ്റെ അധീനതയിലുള്ള ക്വാർട്ടേഴ്സ്, സ്റ്റാഫിൻ്റെ ക്വാർട്ടേഴ്സ്. ഞങ്ങൾ പാടികൾ എന്ന് പറയും. അതിൻ്റെ കാഴ്ചകളാണ്. സങ്കടം തോന്നുന്നു കേട്ടോ. എൻ്റെ ആൻറ്റിമാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അട്ടമല പാടികൾ ഒറ്റപ്പെട്ട ഗ്രാമങ്ങളായിട്ട് ഇപ്പം തുടരുന്നു, ആരുമില്ല. അങ്ങനെ നമ്മൾ ഒരുപാട് കാഴ്ചകളും ഒക്കെ കണ്ടു. നമ്മൾ അട്ടമലയിൽ തിരിക്കുകയാണ്. അപ്പം കൂടുതലൊന്നും പറയാനില്ല. അധികം ഡിസാസ്റ്റർ ഇവിടെ വന്നില്ലെങ്കിൽ കൂടെ ഇവിടെയും ഒന്നും അല്ലാണ്ടായി മാറി. സോ സങ്കടകരമായ ഈ കാഴ്ചയിൽ നിന്നും, ചരിത്ര മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ഭാഗമായ ഈ കാഴ്ചയിൽ നിന്നും, അട്ടമലയിൽ നിന്നും സൈൻ ഓഫ് ചെയ്യാണ്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് കിച്ചുട്ടാ. സോ കിച്ചുവാണ് കൂടെയുള്ളത്. ഞങ്ങൾ അട്ടമലയാണ് ഉള്ളത്. സോ ഇറ്റ്സ് മീ ഏഞ്ചൽ മോഹൻ ആൻഡ് കിച്ചു ഡിയർ സൈനിങ് ഓഫ്. ഓസം ലൈഫ്. Keep watching and keep support. Thank you very much. Take care. ഈ ഒരു ബോർഡ് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഹാരിസൺ മലയാളത്തിൻ്റെ സെൻറ്റിനൽ റോക്ക് എസ്റ്റേറ്റ് അട്ടമല ഡിവിഷൻ്റെ ആ ഒരു സെക്ഷൻ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ബംഗ്ലാവും നമ്മളിപ്പോൾ എത്ര നേരം കണ്ട കാഴ്ചകളൊക്കെ. ഇത് അട്ടമലയ്ക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് എൻട്രി ആണ്. ഇവിടെയൊക്കെ ചെറിയൊരു സ്ട്രീമായിട്ട് വെള്ളം ഒഴുകുന്ന ഏരിയ ഉണ്ടായിരുന്നുള്ളൂ. ഈ വെള്ളം ഒഴുകുന്നതൊക്കെ എത്തിപ്പെടുന്നത് നമ്മൾ നേരത്തെ കണ്ട മാങ്കുണ്ടിലേക്ക്. ഞാനന്ന് പറഞ്ഞില്ലേ, കുറേ സ്ട്രീമുകളായിട്ടുള്ള മാങ്കുണ്ട്. ഇതാ ഈ കുന്നിൻ്റെ മുകളിലൂടെയാണ് ഞാൻ സ്കൂളിലേക്ക് പഠിക്കാൻ വന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ പല ആംഗിളിലുള്ള വ്യൂസാണ് കാണിക്കുന്നത്. കാണാൻ മനോഹരമായതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഒരു ക്രൈസ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു സ്പ്രിങ്ക്ലർ. ഈ ഒരു തേയിലച്ചെടിക്കൊക്കെ നനച്ചു കൊടുക്കാൻ ഒരു സ്പ്രിങ്ക്ലർ ഉണ്ടാവുമായിരുന്നു. ആ പഠിക്കുന്ന കാലത്തൊക്കെ ഭയങ്കര അതിശയം, അതിങ്ങനെ 2 ഭാഗത്തേക്കും വെള്ളം തെറിച്ച് വരുന്നതൊക്കെ. അന്ന് ഈ പൈപ്പ് ഇട്ടാൽ ഞങ്ങൾക്കറിയാം സ്പ്രിങ്ക്ലർ അത് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇന്നും ഉണ്ട്, പക്ഷേ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പൈപ്പ് ഇവിടെ ഇത് ബ്രേക്ക് ചെയ്തിട്ടേക്കുന്നതാണ്. ഈ വെള്ളം ഉണ്ടല്ലോ, ഇതൊരിക്കലും മോട്ടർ പമ്പ് ചെയ്ത് വരുന്നതല്ല. ഇതിൻ്റെ മുകളിൽ ചെറിയൊരു ഡാം പോലെ, നീർച്ചാല് പോലെ ആക്കിയിട്ട് അതിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ഇങ്ങനെയാണ് താഴെയുള്ള പാടികളിലും സ്കൂളുകളിലേക്കൊക്കെ അതുപോലെ വീടുകളിലേക്കൊക്കെ വെള്ളം എത്തിക്കുന്നത്. ഇങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് വരിക. നമുക്കിതിൻ്റെ ആവശ്യമില്ല. ഇത് സത്യം പറയുകയാണെങ്കിൽ പക്ക മിനറൽ വാട്ടറാണ്. നമ്മൾ പറയില്ലേ നാച്ചുറലായിട്ടുള്ള മിനറൽ വാട്ടർ. ഒരുപാട് ചെടികളുടെ ഔഷധ ഗുണമുള്ള മരങ്ങളുടെയൊക്കെ വേരിൽ തട്ടി വരുന്ന ഒരു മിനറൽ വാട്ടറാണ്. അതൊന്ന് മുഖം കഴുകുമ്പോൾ തന്നെ അല്ലെങ്കിൽ കൈ കഴുകുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കുളിരും കാര്യങ്ങളൊക്കെ തിരിച്ചറിയാം കേട്ടോ. അത് പ്യുവറായിട്ടുള്ള നമ്മൾ കുപ്പിയിലൊക്കെ വാങ്ങുന്നതിനേക്കാളുള്ള പ്യുവറായിട്ടുള്ള മിനറൽ വാട്ടർ. ഇതാണ് ഞങ്ങളുടെ വയനാടുകാരുടെ ലക്കെന്ന് പറയുന്നത്. വയനാടുകാരുടെ മാത്രമല്ല കേട്ടോ, മലയോര മേഖലയിൽ താമസിക്കുന്ന എല്ലാവരുടെയും ലക്കാണിത്. ഇതൊക്കെയാണ് ഞങ്ങൾക്കും ഇവിടെയുള്ള ജനങ്ങൾക്കൊക്കെ നഷ്ടമായത് ഈ ഒരു ഡിസാസ്റ്റർ കാരണം. ഒരിക്കലും ഈ ഒരു അറിയുമെങ്കിലും, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അറിയുമെങ്കിലും, ഈ ഒരു ജന്മത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ കാണേണ്ടി വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരിക്കൽ കൂടെ മരിച്ചുപോയ ആളുകൾക്ക് ഹൃദ്യമായ പ്രാർത്ഥനകൾ നേരുകയാണ് ഓസം ലൈഫിൻ്റെയും നമ്മുടെ പ്രേക്ഷകരുടെയും പേരിൽ. അട്ടമല എന്ന ഗ്രാമത്തിൽ നിന്ന് ഞാനും കിച്ചുവും വിടവാങ്ങുകയാണ്. സോ ഇതൊക്കെ ഭയങ്കര മിസ്സിങ് ആട്ടോ. ഞാൻ ഷൂട്ടിന് എറണാകുളം പോകുമ്പോഴും തമിഴ്നാട് പോകുമ്പോഴും അല്ലെങ്കിൽ എവിടെയൊക്കെ പോകുമ്പോഴും നമ്മൾ വ്ളോഗ് ചെയ്യാനൊക്കെ പോകുമ്പോഴും നമുക്ക് മിസ് ചെയ്യുന്നത് ഇതേപോലത്തെ
ഒരുപാട് നല്ല കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെയാണ്. ലവ് യു ഓൾ.